ഇന്നൊരു കീ ചെയിൻ ഉണ്ടാക്കി നോക്കിയാലോ. എൻ്റെ ഒരു സബ്സ്ക്രൈബ് കൂട്ടി പറഞ്ഞതാണ് ഒരു കീ ചെയിൻ ഉണ്ടാക്കി തരും ചേച്ചി, അങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്കൊന്ന് എന്തെങ്കിലും ഞാൻ ഒന്ന് ഉണ്ടാക്കി പിസ്താഷ്യയിൽ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഒന്നും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചു. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ വേറെ ഒന്നുകൂടി ചെയ്തു കേട്ടോ. നമ്മുടെ സാധാ ഇങ്ങനത്തെ വുഡൻ്റെ തന്നെയാണ് തോന്നുന്നു പറയാം. ഇങ്ങനത്തെ എടുത്തിട്ട് ജസ്റ്റ് കയ്യിൽ ചുറ്റാൻ വയ്യണമെങ്കിൽ നമുക്ക് സാധാ കാർഡ്ബോർഡിൻ്റെ അട്ടപ്പെട്ടിയുടെ അങ്ങനത്തെ നീളമുള്ളത് എടുത്താലും മതി. ഞാൻ ആദ്യം സ്കെയിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ അത് വർക്കായില്ല. അതായത് സെൻറ്ററിൽ ഇതാക്കുമ്പോൾ അത് എടുക്കാൻ കിട്ടണമെന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ടൊക്കെ, പിന്നെ ഉണ്ടാക്കാറൊന്നുമില്ല. ആ പീസായിട്ട് ഇങ്ങനെ ഒരു 20-25 വട്ടം ചുറ്റിയെടുക്കുക. അത്യാവശ്യം കട്ടി തോന്നുമല്ലോ. അപ്പോൾ സെൻറ്ററിൽ ഇതേപോലെ ഒന്ന് എന്താ പറയുക കെട്ടി കൊടുക്കാം, വേറൊരു നൂലെടുത്തിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാധാ എന്ത് ഷേപ്പാണ് വേണ്ടത് ഞാൻ റൗണ്ട് എടുക്കണമെന്ന് വിചാരിച്ച്, പിന്നെ അത് ഹേർട്ടായിട്ട് വരുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മുടെ ആ ഒരു ഇതിലിങ്ങനെ വെട്ടി കൊടുത്തോണ്ടേ ഇരിക്കാം, മെല്ലെ മെല്ലെ വെട്ടി കൊടുക്കുക കേട്ടോ. അതിന് നല്ല ടൈറ്റാക്കി കിട്ടുക, ആദ്യം കിട്ടിയില്ല നമ്മൾ, അത് നല്ല ടൈറ്റാക്കി കിട്ടുക, ഇല്ലെങ്കിൽ ഓരോന്നായിട്ട് പിഞ്ഞി പോരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈസിയാണ്. പിന്നെ വെട്ടി കൊടുക്കുന്നത് നല്ല ക്ഷമയോടുകൂടി വെട്ടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഗിവ് അവേ ആരും മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഗിവ് അവേ ഗിഫ്റ്റൊക്കെ ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്രഷ് പെന്ന് അങ്ങനത്തെ സ്കൂളിൻ്റെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിവ് അവേ ഗിഫ്റ്റ് എനിക്ക് കുറച്ചുകൂടി കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ചിലപ്പോൾ മാക്സിമം കൂട്ടുമായിരിക്കും. അതെന്താണെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 150 ആവട്ടെ. എന്തായാലും ഞാൻ ചിലപ്പോൾ ഈ പറഞ്ഞതിനെക്കാട്ടും ഞാൻ ചിലപ്പോൾ കൂടുതൽ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്